My dear students, ഇന്ന് നമുക്ക് പെർസെൻറ്റേജ് പഠിക്കാം. പെർസെൻറ്റേജ് മലയാളത്തിലെ ശതമാനം എന്ന് പറയും. പെർസെൻറ്റേജ് പെർസെന്റ് പെർ 100 എന്നാണ് അതിന്റെ മീനിങ്. You know, X percentage is denoted by this way and is defined as X by 100. Percentage is simple that the X percentage is same as X by 100. 5%, that is 5 by 100. ഇത് നമുക്കറിയാം അല്ലേ? ഇനി how will convert a fraction to percentage? ഒരു ഭിന്നസംഖ്യ എങ്ങനെയാണ് ശതമാനമാക്കുന്നത്? നോക്കൂ, ഇപ്പൊ ഞാൻ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ എടുത്തു, ഒരു ഭിന്നസംഖ്യ എടുത്തു. 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. ഇതിനെ പെർസെന്റേജ് ആക്കാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പെർസെന്റേജ് സൈൻ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് സെയിം ആസ് 50%. ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കുന്ന റൂൾ എന്താ? ഇൻറ്റു 100 ആണ് കൊടുത്ത പെർസെന്റേജ് സൈൻ 100 കൊണ്ട് ഗുണിച്ച് ശതമാന ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഭിന്നസംഖ്യക്ക് തുല്യമായിട്ടുള്ള ശതമാനം കിട്ടും. 1/2 എന്ന് പറയുന്നത് 50%. ഇനി കുറച്ച് ഫ്രാക്ഷൻസും അതിന് ഈക്വൽ ആയിട്ടുള്ള പെർസെന്റേജ് നമുക്ക് പഠിക്കാനുണ്ട്. അത് പ്രോബ്ലംസ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഷോർട്ട് കട്ട്സ് ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. One by 2 equals 50%. 1/3 equals 33 and 1/3%. 1/4 equals 25%. 1/5 equals 20%. അടുത്ത 1/6 equals 16 and 2/3%. 1/7 14 and 2/7%. 1/8 ഇതിന്റെ പകുതിയായിരിക്കും 12 and 1/2%. 1/9 that is 11 and 1/9%. Then 1/10 that is 10%. 1/11 that is 9 and 1/11%. 1/12 that is 8 and 1/3%. 1/16 that is 6 and 1/4%. These are the certain important fractions and the corresponding percentages. ചില ഇമ്പോർട്ടന്റ് ഫ്രാക്ഷൻസും അതിന് ഈക്വലായിട്ടുള്ള പെർസെന്റേജസും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആകെ 12 എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് ബൈഹാഭാഗം. 1/2 is 50%. 1/3 33 and 1/3%. 1/4 25%. 1/5 20%. 1/6 16 and 2/3%. 1/7 14 and 2/7%. Then 1/8 ഇതിന്റെ പകുതി വരും 12 and 1/2%. അത് 1/9 1/11 കൂടെ മാറിപ്പോരുത്. 9 വരുമ്പോൾ ഇവിടെ 9 തന്നെ അടിയിൽ വരും. 11 വരുമ്പോൾ 11 വരും. 9 11 തന്നെയാണ് മാറി മാറി വരുന്നത്. 1/9 is 11 and 1/9%. 1/10 10%. Then 1/11 9 and 1/11%. 1/12 8 and 1/3%. 1/16 6 and 1/4%. ഇത്രയും ബൈഹാഭാഗം. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് നോക്കാം. ആദ്യം ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പോവുകയാണ്. നോക്കൂ, 33 and 1/3% of 300. Finds 33 and 1/3% of 300 എന്ന് ചോദിച്ചാൽ സ്കൂളിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? 300 into അല്ലേ 33 and 1/3/100. ഇത്രയും പെർസെന്റ് എന്ന് പറയുമ്പോൾ അത് 100 എന്നല്ലേ? ഇങ്ങനെയൊക്കെ എഴുതിയാണ് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇത്രയും സമയം എടുക്കും, സിംപ്ലിഫിക്കേഷൻ വരും, അപ്പോൾ തെറ്റാനുള്ള ചാൻസും ഉണ്ട്, സമയം കൂടുതൽ എടുക്കും. നമുക്ക് വളരെ ഷോർട്ടായിട്ട് ചെയ്യണം. അപ്പൊ അതിന് ഈ 33 and 1/3% ആരാണ്? നോക്കൂ, 1/3 ആണ്. അപ്പൊ 33 and 1/3% of 300 എന്ന് പറഞ്ഞാൽ ഓർ ഇത് എങ്ങനെ പറയാം? 1/3 അല്ലേ ഓഫ് 300 എന്നാണ്.
ഏത് കൊച്ചുകുട്ടിയും പറയും 300ന്റെ 100 അല്ലേ? അതായത് സ്റ്റെപ്പ് എഴുതിയാൽ 1/3 into 300 വെട്ടി ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. സോ 33 and 1/3% 300 ആരാണ്? 33 and 1/3% 300 is 100. മനസ്സിലായല്ലോ? ഇനി വേറെ നോക്കും. 14 and 2/7% of 1400. 14 and 2/7% of 1400 എന്ന് ചോദിച്ചാൽ ആരാണ് 14 and 2/7%? 1/7 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1/7 into ആര് ഇങ്ങനെ എഴുതിയാൽ പോരെ? ഓഫ് ഒരു ഇൻറ്റു എന്ന് വിചാരിച്ചാൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആരാ? 1/7 ആണ്. 1/7 ഉണ്ട്. ഇത് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? സോ ദ ആൻസർ ഈസ് 2. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? വേറെ നോക്കൂ. 8 and 1/3% of 1600 1200 എന്ന് കരുതുക. എന്താണ് 8 and 1/3% of 1200? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? We know 8 and 1/3% is 1/12. 1/12 into 1200. That is same as 100. അല്ലേ? ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ഈ പെർസെന്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത്രയും പഠിച്ചത് ഇതനുസരിച്ച് വരിക. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ എങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക നോക്കൂ. ഇങ്ങനെ ചോദിക്കാം. 33 and 1/3% of a number is 100. Then what is the number? Question എങ്ങനെയാണ്? If 33 and 1/3% of a number is 100, then what is the number? ഒരു സംഖ്യയുടെ 33.3% 100 ആണെങ്കിൽ സംഖ്യ എത്ര? തിരിച്ചാണ്. നേരത്തെ നമ്മൾ ചെയ്ത് അങ്ങനെയല്ലല്ലോ. 33 and 1/3% 300 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. 33 and 1/3% of a number is 100. Then what is the number? അപ്പൊ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? 33 and 1/3% എന്ന് പറയുന്നത് ആരാണ്? 1/3. 1/3 of a number. നമ്പർ എന്നു കിട്ടാൻ അതിലെ x ഇടാം. 1/3 of a number, that is 100. Then what is number? 300. മനസ്സിലായില്ലേ? 33 and 1/3% എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ? അപ്പൊ 33 and 1/3% of a number എന്ന് പറഞ്ഞാൽ 1/3 of a number, that is 100. എന്താണ് ഇത് അങ്ങനെ പോയത്? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ഉണ്ട്. 3 into 100, that is 300. Okay. Another question നോക്കൂ. 16 and 2/3% of a number is 200. Then what is the number? മനസ്സിലായോ? 16 and 2/3% of a number is 200. ഒരു സംഖ്യയുടെ 16.32% ആണ് 200 എന്ന സംഖ്യ എടുക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആരാ 16 and 2/3%? 1/6. So 1/6 of a number, അല്ലെ, is 200. Then what is the number? 600 ചെയ്താൽ പോലെ 100 അങ്ങനെ വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ തന്നെ അതിന്റെ എക്സ്റ്റൻഷൻ വരാം. നോക്കൂ. 33 and 1/3% of 11 and 1/9% of a number is 50. Then what is the number? Question എങ്ങനെ? 33 and 1/3% of 11 and 1/9% of a number is 50. Then what is the number? ആരാണ് 33 and 1/3% 1/3 into 11 and 1/9 നോക്കൂ. 1/9 അങ്ങനെ എഴുതിയാൽ മതി.
1/3 of 1/9 of a number is 50. അതാണ് എന്റെ മെത്തേഡ്. ഓക്കെ, ഇത് രണ്ടും 27 ആവില്ല. 27 into this 135 is 0. 27 into 5 എന്ന് പറഞ്ഞാൽ 135 ആണ്. അതിൻ്റെ ഒരു 0 ഇടാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. 14 and 2/7% of 7 times of a number. എന്താണ്? 14 and 2/7% of 7 times of a number is 20. Then what is the number? 14 and 2/7% of 7 times of a number is 20. Then what is the number? Ara 14 and 2/7%, that is 1/7 of into 7 times of a number is 20. അതാണ് ആൻസർ ചെയ്യുമ്പോൾ അത് ഞാൻ 20 തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളിത് പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? Another question for you. If 30% of a number is 225, then 70% of that number is. Question is, if 30% of a number is 225, then 70% of that number is. ഒരു സംഖ്യയുടെ 30% 225 ആയാൽ അതിന്റെ 70% എത്ര? ഇത് നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുള്ള മെത്തേഡ് ഞാനിവിടെ എഴുതി കാണിക്കാം. 30% ഞാനല്ലേ ഇവിടെ 30% വരുന്നില്ല. അപ്പൊ നമുക്ക് അതിന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. 30% of a number തന്നെ ഇട്ടു. 30% of a number is 225. Then number എന്താവും? 225 into 100/30. സ്കൂളിൽ ചെയ്യുന്ന രീതി ഇതിനെ വെട്ടി ചെയ്യും. ഞാൻ നല്ല 3 ഇതും കൂടെ ചെയ്യുമ്പോൾ 75. അപ്പോ 750 എന്ന് കിട്ടും. നമ്പർ ഞാൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി ഇതാണ്. ആദ്യം നമ്പർ കണ്ടുപിടിക്കാൻ പറയും. വേണ്ടതിന് ശേഷം അതിന്റെ എന്ത് കാണണം? 70%. ഇപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഈ നമ്പറിന്റെ 70%. അപ്പൊ 70% ഓഫ് 750 അല്ലെ? അപ്പൊ അതെങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോ ഇതിന്റെ ആൻസർ 525 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന മെത്തേഡ്. സ്കൂളിൽ ചെയ്യുന്ന അതേ മെത്തേഡാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഒരു നമ്പറിന്റെ 30% ആണ് 225. 30/100 into ആ നമ്പർ എന്നിടാം, എക്സ് എന്നിടാം. That is 225. Then n is എന്ത് വരും? ഇതിവിടെ എഴുതിയിട്ടാ ഇതിനപ്പുറത്ത് കൊണ്ടുപോകും തിരിച്ചിട്ട്. റെസി കൂടെ ഇന്ത്യയാണ്, അതൊക്കെ അറിയാലോ. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടും. നമ്പർ കിട്ടി 750. നമുക്ക് വേണ്ടത് അതല്ലല്ലോ. 70% of that number. 70/100 into 750. That is equal to 525. Okay. പക്ഷെ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ആയിട്ട് ചെയ്യാം. ഷോർട്ട് കട്ട്. നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് ലെവലില് ഞാൻ സ്റ്റെപ്പ് എഴുതിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, സമയമില്ല. അപ്പൊ നോക്കൂ, നമുക്ക് ആൻസർ ആണ് കാണേണ്ടത്. ആദ്യം നമ്പർ കാണാൻ എന്താ ചെയ്തെന്ന് നോക്കൂ. ഈ 225 എഴുതിയിട്ട് ആ ഫസ്റ്റ് റേഷ്യോ തിരിച്ചിട്ടിരിക്കുന്നു അല്ലെ? 100/30. ഫസ്റ്റ് റേഷ്യോ റിവേഴ്സ്. അത് വെട്ടി ചെറുതാക്കിയപ്പോ 750 കിട്ടി. ഞാൻ വെട്ടി ചെറുതാക്കാനൊന്നും പോയില്ല. ആ എമൗണ്ട് 750 ആണ്. അതിന്റെ 70%. ഇത് തന്നെയാണ് ഷോർട്ട് കട്ട്. ആ നമ്പർ എഴുതിയിട്ട് ഫ്രാക്ഷൻ പെർസെന്റേജ് ഓഫ് ദാറ്റ് നമ്പർ തന്നിട്ടില്ലേ, അത് എഴുതിയിട്ട് ഫസ്റ്റ് റേഷ്യോ, ഫസ്റ്റ് പെർസെന്റേജ് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. സെക്കൻഡ് പെർസെന്റേജ്
നോർമൽ നേരെ എഴുതണം. ഫസ്റ്റ് റേഷ്യോ റിവേഴ്സ്, സെക്കൻഡ് റേഷ്യോ നോർമൽ എന്ന് പറയും. അല്ലെ ഫസ്റ്റ് പെർസെന്റേജ് റിവേഴ്സ്, സെക്കൻഡ് പെർസെന്റേജ് നോർമൽ. ബൈഫോം എന്ന് റേഷ്യോ ആണല്ലോ. ഫസ്റ്റ് റേഷ്യോ റിവേഴ്സ്, സെക്കൻഡ് റേഷ്യോ നോർമൽ എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നത് വളരെ എളുപ്പമാണ്. നോക്കൂ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും. ഇത് തമ്മിലാകുമ്പോൾ 75 into 7 525 ആണ്. മനസ്സിലായി കാണുമല്ലോ. ഇനി വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ഷോർട്ട് ചെയ്യാം. SSC ഷോർട്ട് കട്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നല്ല, SSC. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ചിലര് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 100 എഴുതിയിട്ട് കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കുന്നതിന് ഈ 225 എഴുതിയിട്ട് ഉണ്ടോ ആദ്യത്തെ റേഷ്യോ അടിയില്, രണ്ടാമത്തെ റേഷ്യോ മേളില്. കാരണം ഇത് കട്ട് ചെയ്യുമ്പോ അത് രണ്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാം, കൂടുതൽ ഷോർട്ട് ചെയ്യണ്ട, അതുപോലെ കൺഫ്യൂഷൻ ആവും. ഇനി മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് റേഷ്യോ റിവേഴ്സ്, സെക്കൻഡ് റേഷ്യോ നോർമൽ. ദാറ്റ് ഈസ് എ മെത്തേഡ്. പിടികിട്ടല്ലോ. ഇതാണ് എന്റെ കറക്റ്റ് മെത്തേഡ്. എന്നാൽ ഇത് നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാൻ കഴിയും. 30% ആണല്ലോ 225. അങ്ങനെയാണെങ്കിൽ 10% എത്രയാണ്? 30% 225 ആണെങ്കിൽ 10% എത്ര? ഇതിന്റെ 1/3 അല്ലേ, 3/1 75 എന്ന് പറഞ്ഞൂടെ? നമുക്ക് വേണ്ടത് 70% അല്ലേ? ഇതിന്റെ 7 ടൈംസ് അല്ലേ, into 7 അങ്ങ് എടുത്താൽ പോലെ. അപ്പൊ 525. ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ റൗണ്ട് ആയിട്ടുള്ളടത്ത് ചെയ്യാൻ പറ്റും. 30% 72% ഇത് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഇതാകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. 30% വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 10% കണ്ടു. 3/1. എന്നിട്ട് അതിന്റെ 70% എന്ന് പറഞ്ഞാൽ 7 ടൈംസ് അല്ലേ? ഇങ്ങനെയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് സ്കൂളിൽ ചെയ്ത മെത്തേഡ്. അപ്പൊ നമ്മള് സ്കൂളിൽ ചെയ്യുന്ന അക്കാഡമിക് സെക്ഷനില്, ഇത് നമ്മള് കോമ്പറ്റേറ്റീവ് ലെവലിൽ ചെയ്യുന്നതാണ്. ഷോർട്ട് കട്ട് ഒരു കിലോ ഷോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യും. ഈ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വരാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ അതിന്റെ മെത്തേഡ് മനസ്സിലായല്ലോ. ഫസ്റ്റ് റേഷ്യോ റിവേഴ്സ്, സെക്കൻഡ് റേഷ്യോ നോർമൽ എന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ.